കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോട് ഒരു ചോദ്യം. കേരളത്തിന്റെ നിയമസഭയിൽ കെ രമ എന്ന് പറയുന്ന ഒരു MLA യെ അങ്ങ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങ് മുഖ്യമന്ത്രി കസേരയിൽ വാണരുളുമ്പോൾ കെ രമ എന്ന് പറയുന്ന RMPയുടെ MLA യെ അങ്ങ് എപ്പോഴെങ്കിലും നിയമസഭയിൽ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താൻ സ്വന്തം മണ്ഡലമായ കണ്ണൂരിലെത്തിയപ്പോൾ വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. കോൺഗ്രസിനകത്തുള്ള സ്ത്രീലമ്പടന്മാരായ നേതാക്കളെ കുറിച്ചാണ് മുഖ്യമന്ത്രി വാതോരാതെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. തന്റെ അസുഖാവസ്ഥയെ പോലും വെല്ലുന്ന രീതിയിൽ ഊർജ്ജസ്വലതയോട് കൂടി തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ സ്ത്രീലമ്പടത്വത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വാചാലനായത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇതാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് MLA-യുടെ സ്ത്രീലമ്പടത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് അങ്ങ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു, എന്നാൽ ആ സ്ത്രീകൾ പൊതുജനത്തിന് മുന്നിൽ വരാതിരുന്നതോ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാതിരുന്നതോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ കൊന്നു തള്ളും എന്ന് പറഞ്ഞു ഭയപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന MLA പോലുള്ള ഒരാൾ ഇങ്ങനെ പറയാൻ സാധിക്കുമോ? അല്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ മറ്റൊരാളെ കൊന്നു തള്ളും എന്ന് ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ? ഇത് ശരിയാണോ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വാതോരാതെ നിന്ന് സംസാരിച്ചത്. ഈ വാർത്തയുടെ ആമുഖത്തിൽ ചോദിച്ചതും ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഇതേ ചോദ്യം തന്നെയാണ്. നിയമസഭയിൽ ഇരിക്കുന്ന കെ രമ എന്ന് പറയുന്ന ഒരു MLA യെ അങ്ങ് കണ്ടിട്ടുണ്ടോ? RMPയുടെ സ്ഥാനാർത്ഥിയായാണ് അവർ ജയിച്ചു കയറി അവിടെ വന്നിരിക്കുന്നത്. ആ സ്ത്രീ കെ രമ എന്ന് പറയുന്ന MLA ആയ ആ സ്ത്രീ വിധവയാണ്. ആ വൈധവ്യത്തിന്റെ കാരണം ആരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമോ? CPM കാരാണ്. CP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ RMPയുടെ നേതാവിനെ 51 വെട്ടുവെട്ടി കൊലപാതകം ചെയ്തതിന് കേരളം കണ്ട ഏറ്റവും നടുക്കുന്ന കൊലപാതകം നടത്തിയ CPM കാരാണ്. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലിൽ കഴിയുന്ന എല്ലാവരും CPM-ന്റെ സമുന്നത നേതാക്കളോ CPM-ന്റെ പ്രവർത്തകരോ ആണ്. ചില കൊട്ടേഷൻ സംഘക്കാരും അതിലുണ്ട് എന്നുള്ളതാണ്. ആ കൊട്ടേഷൻ CPM-ന് വേണ്ടി അവർ ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇത് വിസ്മരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ സദാചാര വിശുദ്ധമായ സന്മാർഗ വിശുദ്ധമായ ഒരു പ്രസംഗം നടത്തിയത് എന്നുള്ളത് ഓർക്കുമ്പോൾ കേരളമാകെ കുളിര് കോരുന്നു. ഈ കുളിര് കോരുന്നതിനിടയിൽ ഈ വൃശ്ചിക മാസത്തിലും അങ്ങ് കെ രമ എന്ന് പറയുന്ന ഒരു MLA-യുടെ മുഖം എപ്പോഴെങ്കിലും നിയമസഭാ ഹാളിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങയോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം. ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും കേരളത്തിൽ മുഖ്യമന്ത്രിയുടേതായ എന്തെങ്കിലും തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഭാഷയ്ക്ക് ഒരു സംഭാവനയായി വീണുകിട്ടുക പതിവാണ്. 2014 കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ സമുന്നത നേതാവും ഇപ്പോഴത്തെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ MA ബേബിയെ ഒതുക്കുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല, അന്ന് MA ബേബിക്കെതിരെ മത്സരിച്ച RSP നേതാവായ പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയത്. അത് പാർട്ടിക്കുള്ളിലും പിന്നീട് വലിയ വിവാദങ്ങളായി. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പരനാറികളെ പരനാറികൾ എന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് അത് പറയാതിരിക്കുക? കൂടെ നടന്നുകൊണ്ട് കയ്യിൽ കഠാരയും കരുതിക്കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? പരനാറിത്തരം തന്നെയാണ് ചെയ്തത്. പരനാറികളെ പരനാറി എന്ന് വിളിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് പ്രേമചന്ദ്രന്റെ പേരെടുത്ത് പറയാതെ, എന്നാൽ പ്രേമചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൊല്ലത്ത് 2-3 ഇടങ്ങളിൽ പ്രസംഗിച്ചത്. ഈ പ്രസംഗം CPM-നെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 വലിയ ക്ഷീണമുണ്ടായി. MA ബേബി ഏതാണ്ട് 35,000-ന് 40,000 വോട്ടിന്റെ പരാജയത്തിലാണ് അവിടെ തോറ്റമ്പിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് പ്രേമചന്ദ്രനോട് MA ബേബി തോറ്റത് 35,000 വോട്ടിൽ അധികം നഷ്ടത്തിനാണ്. അല്ലെന്നുണ്ടെങ്കിൽ 35,000 വോട്ട് MA ബേബിയേക്കാൾ കൂടുതൽ പ്രേമചന്ദ്രൻ നേടുകയായിരുന്നു എന്ന് പറയുമ്പോൾ കൊല്ലത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള മണ്ണിൽ മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗം MA ബേബിയെ തറപറ്റിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്താൻ കഴിയുക. ഇതിന് സമാനമായ മറ്റൊരു ഭാഷാ പദശൈലി പ്രയോഗമാണ് പിന്നീട് തൃക്കാക്കരയിൽ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെതിരെയും നടത്തിയ ചില പ്രചരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് നാടിന്റെ വികസനത്തിന് വേണ്ടി കൈവന്ന സൗഭാഗ്യമാണ് PT തോമസിന്റെ മരണം എന്നുള്ള അർത്ഥത്തിലാണ് അന്ന് പിണറായി വിജയന്റെ സംസാരം ജനങ്ങളിൽ ചെന്ന് പറ്റിയത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് വൻ വിജയമായി തീരുകയായിരുന്നു. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ എല്ലാ വിജയ സാധ്യതകളും തകർക്കുന്നതായിരുന്നു. PT തോമസിന്റെ മരണം സൗഭാഗ്യമായിരുന്നു എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഇതുപോലെ മറ്റൊരു ശൈലിയായിരുന്നു അരമനയിലെ ബിഷപ്പുമാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രയോഗത്തിൽ നികൃഷ്ടജീവി എന്നുള്ള ഒരു പദപ്രയോഗം. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന കോൺഗ്രസിലെ സ്ത്രീലമ്പടത്തെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ MLA-മാരിലും എത്ര വലിയ സ്ത്രീലമ്പടന്മാരുണ്ട് എന്ന് 1-2 എന്ന് എണ്ണി നോക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അതായത് 1, 2, 3 എന്ന് എണ്ണി തുടങ്ങിയാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോടൊപ്പമുള്ള മന്ത്രിമാരും കൈവിരൽ മടക്കി എണ്ണിയാലും തീരാത്ത അത്ര സ്ത്രീലമ്പടന്മാർ
പീഡകന്മാർ, സ്ത്രീ പീഡകന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒന്നാം മന്ത്രിസഭയിലും രണ്ടാം മന്ത്രിസഭയിലും സ്ത്രീലമ്പടന്മാരുടെ അയ്യര് കളിയാണ് എന്നുള്ളതാണ് ഇന്നലെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എടുത്തു പറഞ്ഞത്. സ്വന്തം പാളയത്തിലെ ആളുകളുടെ മന്തുകൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാലിലെ ചെറുവിരലിലെ നുണൽ ചൂണ്ടിക്കാണിക്കുവാൻ മുഖ്യമന്ത്രി മുതിരുന്നത് ജുഗുപ്സാവഹമാണ്, അറപ്പുളവാക്കുന്നതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലി തന്നെയാണ് എന്നാണ് വി.ഡി. സതീശന് രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡന കേസിനെ തുടർന്ന് 2 സ്ത്രീപീഡന കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. ഒരു സ്ത്രീപീഡന കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി, മറ്റൊന്നിൽ ഈ 15-ാം തീയതി വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം ഉണ്ടായി. 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയതിനാൽ ഇന്നലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വോട്ട് ചെയ്തുകൊണ്ട് പോവുകയുണ്ടായി. ഇതും വലിയ ഒരു ഒച്ചപ്പാടിന് വഴിവെച്ചിരുന്നു. ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒളിവ് ജീവിതത്തിന് ശേഷം MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന് മുമ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീലമ്പടത്തെക്കുറിച്ചും കോൺഗ്രസിലെ നേതാക്കളുടെ സ്ത്രീലമ്പടത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനായിക്കൊണ്ട് പ്രസംഗിച്ചത്. സ്ത്രീലമ്പടന്മാർ മറ്റുള്ള സ്ത്രീകളോട് എങ്ങനെ ഏത് സമയത്ത് എപ്പോൾ പെരുമാറും എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ സ്ത്രീകൾ പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടി അവരെ കൊന്നു തള്ളും എന്നുള്ള ഭീഷണിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതൊരു ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നിരക്കുന്നതല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി കെ രമ MLA-യുടെ മുഖം ഓർക്കണം എന്ന് തന്നെയാണ് വീണ്ടും എടുത്തു പറയാനുള്ളത്. ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM-ലെ അവിഭക്ത പാർട്ടി പ്രവർത്തകനായിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ CPM-ന്റെ ആദർശ നയവൈകല്യങ്ങളോട് ഒരു കാരണവശാലും ഇനിയും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മാതൃസംഘടനയായ CPM-ൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് RMP എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഒടകര ഒഞ്ചിയം എന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ, അതായത് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ചുവന്ന വിപ്ലവത്തിന്റെ വാക്കുകൾ മാത്രം പൂത്തുനിന്നിരുന്ന വടകരയിലും ഒഞ്ചിയത്തും CPM-നെ തറ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ടി.പി. ചന്ദ്രശേഖരന്റെ കീഴിലുള്ള RMP പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഏത് വിധേനയും ടി.പി. ചന്ദ്രശേഖരനെ തീർത്ത് കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി CPM-ന്റെ സമുന്നതരായ നേതാക്കൾ കൂടിയാലോചിച്ച് ചില കൊട്ടേഷൻ സംഘങ്ങളുമായി ഒത്തുചേർന്ന് 51 വെട്ടുവെട്ടി കല്ലിലടിച്ച പൂക്കല പോലെ ടി.പി. ചന്ദ്രശേഖരന്റെ തല ചിന്നിച്ചിതറിക്കും എന്ന് ഇവർ ചില പ്രസംഗങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ടി.പി. ചന്ദ്രശേഖരനെ വകവരുത്തുകയായിരുന്നു രാത്രിയുടെ മറവിൽ. ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായവരെല്ലാവരും തന്നെ, ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലിൽ കഴിയുന്നവരെല്ലാവരും തന്നെ. ആ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെ കൊന്നു തള്ളും എന്നൊക്കെ പറയാമോ എന്നുള്ളത്. ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ കെ രമ MLA നിയമസഭയിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതെങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളവും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വീണ്ടും കത്തിപ്പടർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരനാരി പ്രയോഗം പോലെ, മുഖ്യമന്ത്രിയുടെ സൗഭാഗ്യ പ്രയോഗം പോലെ ഇപ്പോൾ സ്ത്രീലമ്പടത്വവും കേരളത്തിൽ ആകമാനം ചർച്ചയാവുന്നു. ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും ഏത് രീതിയിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കുക, ഏത് രീതിയിലുള്ള പ്രതിരോധമാണ് തീർക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.